പൊന്നമ്പലമേട് എങ്ങനെ ചെമ്പമ്പലമേടായി? അതെ, പറയാൻ പോകുന്ന ശബരിമലയെ കുറിച്ച് തന്നെയാണ്. പെരുങ്കള്ളനായിരുന്നിട്ട് കൂടി വിജയ് മല്യ കുറെ നാൾക്ക് മുമ്പാണ് ശബരിമല കംപ്ലീറ്റ് ആയിട്ട് സ്വർണ്ണത്തിൽ പൊതിഞ്ഞത്. പക്ഷേ 2019 കണക്കനുസരിച്ച് നോക്കാൻ നേരത്ത് വിജയ് മല്യ പൊതിഞ്ഞതെല്ലാം ചെമ്പായിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ്. പൊന്നമ്പലമേട് ചെമ്പമ്പലമേടായിരിക്കുന്നു. കുറച്ച് ഭാഗത്തുള്ള കണക്കുകളൊക്കെയാണ് പറയുന്നത്, കംപ്ലീറ്റ് അല്ല. പക്ഷേ ഈ സ്വർണം എങ്ങനെ ചെമ്പായിട്ട് മാറി? ഇത് പണ്ടൊക്കെ ഇലക്ട്രോപ്ലേറ്റിങ്ങിനൊക്കെ ഇളകിക്കൊണ്ട് പോയിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിയിലുള്ള സ്വർണം മൊത്തം ആരുടെ ഇളക്കൊണ്ടുപോയി. അതിലോട്ടൊക്കെ നമുക്ക് പിന്നെ പോവാം. ആദ്യം തന്നെ നമ്മൾ ഈ കഥയിലെ മെയിൻ വില്ലനെ പരിചയപ്പെടുത്തണം. വേറെ ആരുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി. ഉണ്ണികൃഷ്ണൻ ശബരിമലയിലെ ഒരു സ്പോൺസർ ആയിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷെ പുള്ളിക്കാരൻ പണ്ട് ബാംഗ്ലൂരിലെ മെയിൻ അയ്യപ്പ ക്ഷേത്രത്തിന്റെ പൂജാരിയായിരുന്നു. പിന്നീട് അവിടെ എന്താണ് ഉടക്കൊക്കെ സംഭവിച്ചു, അവിടെ നിന്ന് അടിച്ചു പുറത്തായി. അങ്ങനെ പുള്ളിക്കാരൻ പതുക്കെ ശബരിമലയിൽ വന്ന് അഭയം പ്രാപിച്ചു. അഭയം പ്രാപിച്ച വേളയിൽ പുള്ളിക്കാരൻ ഒരു ഇടനിലക്കാരൻ എന്ന രീതിയിലാണ് ആദ്യം വന്നത്. കാരണം കേരളത്തിന് പുറത്തു നിന്നും അയ്യപ്പ ഭക്തർ പുള്ളിക്കാരനെ കോണ്ടാക്ട് ഒക്കെ ചെയ്തിട്ടാണ് കൂടുതലും വരുന്നത്. കൂടുതലും റിച്ച് ആയിട്ടുള്ളവർ, നമുക്കറിയാലോ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ നടവരുമാനം വരുത്തുന്നത് പുറത്തുനിന്നുള്ള ഭക്തർ തന്നെയാണ്. അങ്ങനെ അവർക്കിടയിലുള്ള ഒരു പാലമായിട്ട് പുള്ളിക്കാരൻ പ്രവർത്തിച്ചു തുടങ്ങി. പതുക്കനെ പതുക്കനെ പുള്ളിക്കാരൻ ശബരിമലയിൽ ഒരു സ്പോൺസർ എന്ന നിലയിൽ എത്തിപ്പെട്ടു. അങ്ങനെ സ്പോൺസർ എന്ന നിലയിൽ എത്തിപ്പെട്ടു. അങ്ങനെ പതുക്കനെ ശബരിമലയിലെ വിഗ്രഹങ്ങളിലെ ദ്വാരക ശില്പങ്ങൾ, അയ്യപ്പൻ രണ്ട് സൈഡിലും ഇരിക്കുന്ന ആ ഒരു ദ്വാരക ശില്പങ്ങൾ പുള്ളിക്കാരന്റെ നേതൃത്വത്തിൽ സ്വർണം പൂശാൻ വേണ്ടി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. ഓർക്കണം, ഇത് ഇപ്പോൾ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് അറിഞ്ഞൂടെ, ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കും അറിഞ്ഞൂടെ എന്നൊക്കെയാണ് പറയുന്നത്. ഇത്രയും വിലപിടിപ്പുള്ള സാധനം, അല്ലെങ്കിൽ ഇത്രയും പൗരാണിക മൂല്യമുള്ള ഒരു വസ്തു അവിടുന്ന് കൊണ്ടുവന്നിട്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ആർക്കും അറിഞ്ഞൂടാ. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തമായിട്ട് പണിക്കാരെയും കൊണ്ടുവന്ന് അതങ്ങ് ഇളക്കി എടുത്തോണ്ട് പോയി എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. അവരാരും ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല. ഇളക്കൊണ്ടുപോയി, എന്തിനാണ് കൊണ്ടുപോയെന്ന് പോലും ആരും പറയുന്നില്ല. അങ്ങനെ പുള്ളിക്കാരെ ഇളക്കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്ന് സെറ്റ് ചെയ്തപ്പോൾ അത് ചെമ്പായി മാറി. 2019 അത് ചെമ്പായിട്ട് മാറി. അതിന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വളർച്ച അതിവേഗമായിരുന്നു. അത് തിരുവനന്തപുരത്ത് ഒരു നോർമൽ കുടുംബത്തിൽ, മിഡിൽ ക്ലാസ് കുടുംബത്തിൽ ജനിച്ചു വളർന്ന വ്യക്തി. അച്ഛൻ അവിടെ ഒരു അമ്പലത്തിലെ പൂജാരിയായിരുന്നു. അച്ഛൻ്റെ കൂടെ പൂജയും കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ ബാംഗ്ലൂരിലോട്ട് പോയി അവിടെ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് വർക്ക് ചെയ്ത് അവിടുന്ന് ശബരിമലയിലേക്ക് എത്തി. ശബരിമലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടെങ്കിലേ ശബരിമലയിലെ കാര്യങ്ങളെല്ലാം നടക്കൂ എന്ന നിലയിൽ വരെ കാര്യങ്ങൾ ചെന്നെത്തി. പിന്നെ പതുക്കനെ റിയൽ എസ്റ്റേറ്റിലേക്ക് തിരിഞ്ഞു. പിന്നെ കുറച്ചു നാൾ കഴിഞ്ഞതിന് ശേഷം വൻ ധനികനായിട്ട് മാറി. അതായത് ഒരു കോടീശ്വരനായിട്ടായിരുന്നു പെട്ടെന്നുള്ള അദ്ദേഹത്തിന്റെ വളർച്ച. ആ ഒരു 2019 ആ ഒരു കാലഘട്ടത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള വളർച്ചയും. ആ ഒരു വളർച്ചയിൽ നിന്ന് നമുക്ക് കാര്യം മനസ്സിലാക്കാം. പുള്ളിക്കാരൻ കൊണ്ടുപോകുന്ന വഴി അതിലെ സ്വർണം മൊത്തം അങ്ങ് ഊറ്റിയെടുത്തു. പിന്നെ അതിനകത്ത് മൊത്തം ചെമ്പ് തേച്ചു. അങ്ങനെ 2019 ഓഡിറ്റ് കണക്കിൽ ശബരിമലയിലെ ശില്പങ്ങൾ ചെമ്പായിട്ട് മാറുകയും ചെയ്തു. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ശബരിമലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ താങ്കളെ എന്തോത്തിനാണ് ആ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുന്നത്? അത്രയും സുരക്ഷിതമായിട്ടുള്ള ഒരു മേഖല. എത്രത്തോളം പോലീസുകാരാണ് ശബരിമലയിൽ നിൽക്കുന്നത് നമുക്ക് എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അവിടെ നിന്ന് ഈ ഒരു സാധനം ഇളകിക്കൊണ്ട് പോകുന്ന വഴി സ്വന്തമായിട്ട് പുള്ളിക്കാരൻ പെട്ടിയടക്കകത്ത് കയറ്റിയാണോ കൊണ്ടുപോയത്?